അമ്മയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ ബാലന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. എന്നാൽ കുട്ടിയുടെ തലയ്ക്ക് പിന്നിലേറ്റ പരിക്ക് ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. കൊച്ചി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് വിദ്യാർത്ഥി. മാതാവിന്റെ കൊടും ക്രൂരതയിൽ ഗുരുതരമായി പരുക്കേറ്റ 9 വയസ്സുകാരൻ നൌഫലിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർ പറഞ്ഞു. മുറിവുകളൊക്കെ കുറച്ച് ഹീൽ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഒടിവൊക്കെ ഉണ്ട്, കൈമുട്ടിനുണ്ട്, കാൽമുട്ടിനുണ്ട്, അത് പിന്നെ കാലിലൊരു വലിയ വ്രണമുണ്ട്. അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്ത് വരുന്നു. പിന്നെ മുഖത്ത് നല്ല വ്രണമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ തലയിലെ മുറിവ് ഗുരുതരമാണെന്നും രക്തം കട്ടപിടിച്ചത് നേരിയ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. വളരെ ക്ലിയർ ആയിട്ടാണ് കുട്ടി സംസാരിക്കുന്നത്. കുഞ്ഞു പറഞ്ഞത് അവൻ്റെ തലയിൽ അമ്മ ചുറ്റിക ഹാമർ വെച്ച് അടിച്ചു. അപ്പോൾ അത് അങ്ങനെ ഒരു മുറിവുണ്ട്. പക്ഷെ അത് ഇച്ചിരി ആഴത്തിലുള്ള മുറിവാന്ന് തോന്നുന്നു. അത് പഴയ മുറിവാണ്. കാര്യം അത് നമ്മൾ CT സ്കാൻ എടുത്തപ്പോഴത്തേനും തലച്ചോറിനകത്ത് കുറച്ച് രക്തം കട്ടയായിട്ടുണ്ട്. പിന്നെ മുഖത്ത് അവൻ പറയുന്നത് മുഖത്തുള്ള വ്രണം അമ്മ തേങ്ങ കൊണ്ട് ഇടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മുറിവ്. ഇരുമ്പ് ദണ്ട് കൊണ്ടുള്ള അടിയാണ് കൈകാലുകളിലെ ഒടിവിന് കാരണമായിരിക്കുന്നത്. കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ രക്ഷിതാക്കളായ അടിമാലി, കൂമ്പൻപാറ, നസീർ, സലീന എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലും മാനേജ്മെന്റുകളുടെ ഫീസ് കൊള്ള 50% സർക്കാർ മെറിറ്റ് സീറ്റുകളിലാണ്. മാനേജ്മെന്റ് സീറ്റുകളിലെ തുക കോളേജുകൾ ഈടാക്കുന്നത്. 70,000 രൂപ ഫീസ് വാങ്ങേണ്ടിടത്ത് ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കുന്നത് 1.25 ലക്ഷം രൂപയോളമാണ്. നിർധനരായ കുട്ടികൾക്ക് ഇത് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. സംസ്ഥാനത്തെ സ്വാശ്രയ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ 50% സർക്കാർ മെറിറ്റ് സീറ്റുകളാണ്. എന്നാൽ ഈ മെറിറ്റ് സീറ്റുകളിലേക്കാണ് മാനേജ്മെന്റുകൾ ഫീസ് കൊള്ള നടത്തുന്നത്. BSc നഴ്സിംഗിന് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 55,000 രൂപ ഫീസും 15,000 രൂപ സ്പെഷ്യൽ ഫീസും അടക്കം 70,000 രൂപ വാങ്ങാനാണ് പ്രോസ്പെക്ടസിൽ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ക്ലിനിക്കൽ ഫീസ്, വാൻ ഫീസ്, PTA ഫണ്ട് എന്നിങ്ങനെ പല പേരുകളിലായി ആകെ 1,10,000 രൂപയോളമാണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഈടാക്കുന്നത്. ഇത് കോളേജുകൾ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഇതോടെ മാനേജ്മെന്റ് സീറ്റിലും മെറിറ്റ് സീറ്റിലും ഒരേ ഫീസാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത്. 90% മുകളിൽ മാർക്ക് വാങ്ങുന്ന സർക്കാർ കോളേജുകളിൽ പ്രവേശനം ലഭിക്കാത്ത കുട്ടികളാണ് ഇത്തരത്തിൽ സ്വാശ്രയ കോളേജുകളിൽ എത്തുന്നത്. എന്നാൽ വലിയ തോതിലുള്ള ചൂഷണമാണ് ഈ മേഖലയിൽ നടക്കുന്നതെന്ന് രക്ഷകർത്താവായ ഷാജി തോമസ് തന്നെ പറയുന്നു. ഇവർ ഓരോരുത്തരും 70,000 രൂപ ഫീസിന് പുറമെ PTA ഫണ്ട്, അതുപോലെ ക്ലിനിക്കൽ ചാർജ്, അങ്ങനെ പല പേരുകളിലായി ഏതാണ്ട് 1.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഓരോ വർഷവും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും കുട്ടികൾ ഈടാക്കുന്നുണ്ട്. ഈ അനീതിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. സർക്കാർ കോളേജുകളിൽ 20,000 രൂപയാണ് BSc നഴ്സിംഗിന്റെ ഫീസ്. അയൽ സംസ്ഥാനങ്ങളിലാകട്ടെ 80% മുകളിൽ മാർക്ക് വാങ്ങിയവർക്ക് 22,500 രൂപയും. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിൽ മാനേജ്മെന്റുകൾ തീവെട്ടിക്കൊള്ള നടത്തുന്നത്. ന്യൂനപക്ഷ സംവരണം പോലും ഇവിടങ്ങളിൽ പ്രവേശനത്തിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. S. ഷീജ, തിരുവനന്തപുരം. സർക്കാരിനെ വെല്ലുവിളിച്ച് സ്വന്തം നിലയിൽ പ്രവേശന നടപടികളുമായി മെഡിക്കൽ മാനേജ്മെന്റുകൾ മുന്നോട്ട്. ഓഗസ്റ്റ് 31-നകം അപേക്ഷ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട 3 കോളേജുകളാണ് പത്രപരസ്യം നൽകിയത്. ഇതോടെ സ്വാശ്രയ മേഖലയിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. കൊല്ലം അസീസിയ, DM വയനാട്, ഗോകുലം, അൽ അസർ, PK ദാസ് എന്നീ മെഡിക്കൽ കോളേജുകളാണ് സ്വന്തം നിലയിൽ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാനായി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ സീറ്റിലും പ്രവേശനം നടത്താൻ സർക്കാർ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ പ്രവേശനം നടത്താൻ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ തീരുമാനിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി പോലും പരിഗണിക്കും മുമ്പ് സ്വന്തം നിലയിൽ പ്രവേശനം നടത്താനുള്ള മാനേജ്മെന്റുകളുടെ തീരുമാനം ഒരേപോലെ സർക്കാരിനെയും കോടതിയെയും വെല്ലുവിളിക്കുന്നതാണ്. നാളത്തെ കോടതി വിധിയിലാണ് സർക്കാരും മാനേജ്മെന്റുകളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. സ്വന്തം നിലയിൽ പ്രവേശനം നടത്തുമെന്ന് പറയുന്ന മെഡിക്കൽ കോളേജുകളിൽ ഫീസ് 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ്. ഫീസിലെ വ്യക്തതയില്ലായ്മ, ഓൺലൈൻ പ്രവേശനമെന്ന നിർദ്ദേശം പാലിക്കാതിരിക്കൽ എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജെയിംസ് കമ്മിറ്റി വിവിധ മാനേജ്മെന്റുകളുടെ പ്രോസ്പെക്ടസിന് അംഗീകാരം നൽകിയിട്ടില്ല. ദന്തൽ കോളേജുകളിലെ സീറ്റുകൾ കൂടി സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിനെതിരെ ദന്തൽ മാനേജ്മെന്റും കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചിന്നാറിൽ കേരള തമിഴ്നാട് അതിർത്തി സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നതായി ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകി. വന്യജീവി സങ്കേതത്തിലും ചിന്നാർ പുഴയ്ക്കുമിടയിലാണ് അവ്യക്തത. ചിന്നാർ പുഴയുടെ ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിലും വ്യക്തമായ രേഖകളില്ല. ഇടുക്കി ചിന്നാറിൽ തമിഴ്നാട് കേരള അതിർത്തിയിൽ ഭൂമി കയ്യേറിയ സംഭവത്തിലാണ്
ഇടുക്കി ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. 32 വർഷമായി കേരളത്തിന്റെ അതിർത്തി സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുന്നുവെന്ന ഗൌരവമേറിയ കണ്ടെത്തലാണ് കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. എന്നാൽ അതിർത്തി കടന്ന് തമിഴ്നാട് സർവേ റവന്യൂ വിഭാഗം സർവേക്കല്ല് സ്ഥാപിച്ചിട്ടുണ്ടെന്ന എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ റിപ്പോർട്ടിൽ ബോധപൂർവം മറച്ചുവെക്കുന്നു. 1984 വിജ്ഞാപന പ്രകാരം ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം രൂപീകരിച്ച ഘട്ടത്തിലാണ് 10 മീറ്റർ വീതിയിലുള്ള 18 കിലോമീറ്ററോളം ഭൂമിയുടെ കാര്യത്തിൽ അവ്യക്തത ഉണ്ടായതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദേവികുളം സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ജില്ലാ കളക്ടറും റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. 1946 വിജ്ഞാപനത്തിൽ കേരള തമിഴ്നാട് അതിർത്തി ചിന്നാർ പുഴയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചിന്നാർ പുഴയുടെ ഉടമസ്ഥാവകാശം ആർക്കെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. 1984 വിജ്ഞാപനം അനുസരിച്ച് ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെ അതിർത്തിയും ഒന്നല്ല. ഇവയ്ക്കിടയിലുള്ള 10 മീറ്റർ വീതിയിലുള്ള സ്ഥലം കേരളത്തിന്റെയോ തമിഴ്നാടിന്റെയോ എന്ന് വ്യക്തമല്ല. ആയതിനാൽ സംസ്ഥാനത്തിന്റെ അതിർത്തി സംബന്ധിച്ച് പുനർവിജ്ഞാപനം നടത്തണമെന്ന ഗൌരവമേറിയ ശുപാർശയാണ് കളക്ടർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. പീപ്പിൾ ടിവി പുറത്തുവിട്ട വാർത്ത ശരിവെക്കുന്നതാണ് കളക്ടറുടെ റിപ്പോർട്ടും. ലെസ്ലി ജോൺ, ഇടുക്കി. കണ്ണൂരിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിസമ്മതിച്ച വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ മർദ്ദനം. അഴീക്കൽ ഫിഷറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പീഡനം. വാർഡനും അധ്യാപകനുമായ സലീഷ് പലതവണ രാത്രികളിൽ തന്നെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടെന്നും ഞാനതിന് സമ്മതിക്കാറില്ലെന്നും ഇതിന് പ്രതികാരമെന്ന വണ്ണം രാവിലെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നെന്നും പറഞ്ഞത് അഴീക്കൽ ഫിഷറി സ്കൂൾ 10ാം തരം വിദ്യാർത്ഥി. വാർഡന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ കുട്ടിയുള്ളത്. കാരണത്തിലടി വന്നിട്ട് ചൂരയിലോണ്ട് ശരീരത്തിലടി കയ്യിൽ പിടിച്ചു പലതവണ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നു. എന്തെല്ലോ എന്തെല്ലോ സ്വഭാവത്തിലെല്ലാം വിളിച്ചിട്ട് ഇതാക്കുന്നു. അതിൻ്റെ പേരിൽ സാറ് ഇതാക്കുന്നു, നല്ലോണം അടിക്കുന്നു. പിന്നെ ഈ പ്രശ്നം മൂത്തടിച്ച പ്രശ്നം ആരുമായിട്ട് കമ്പയർ ചെയ്ത അച്ഛമ്മ പ്രിൻസിപ്പൾ അങ്ങനെ ആരെയും കമ്പയർ ചെയ്തെങ്കിൽ എൻ്റെ SSLCയിൽ റെഡ് മാർക്ക് വിടുന്നു സാറ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിന്. ഇന്നലെ രാവിലെയാണ് മുഖത്തും ശരീരമാകെയും മർദ്ദനമേറ്റതായി കുട്ടി വീട്ടുകാരോട് പറയുന്നത്. കാസർഗോഡ് സ്വദേശികളായ വീട്ടുകാർ രാവിലെ ഫോൺ ചെയ്തപ്പോൾ കുട്ടിയുടെ സ്വരത്തിൽ തളർച്ച തോന്നി കാര്യം അന്വേഷിക്കുകയായിരുന്നു. സംഭവം പുറത്തറിഞ്ഞാൽ കൊന്നുകളയുമെന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും അമ്മ പറയുന്നു. ഫിഷറീസ് ഹോസ്റ്റൽ വാർഡൻ സലീഷ് പലതവണ മകനെ മർദ്ദിച്ചതായും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ അടുത്ത് കിടക്കാനും ഇതാക്കാനും ഒക്കെ പറയണ്ട. അതാ രീതി അവ പറയണ്ട, പറയാണ്ട് മനസ്സിൽ വെച്ചതാണ്. പറഞ്ഞാൽ അടിച്ച് കൊന്നുകളയെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മോനോട്. രാത്രി കഴിഞ്ഞിട്ട് സമ്മതിക്കാത്തതിന് രാവിലെ മോനെ തലയിട്ട് നിലത്തിട്ടടിക്കുക, എന്തോ ചെവിട്ടടിച്ചിട്ട് ചെവിയൊക്കെ ഇന്നലെ രാത്രി 1:30 മണിക്ക് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം അവഗണനയിലാണ്. കളിയാരവങ്ങൾ നിലച്ചതോടെ സ്റ്റേഡിയം കാട് കയറി തുടങ്ങി. കൂടെ വാഗ്ദാനം ചെയ്ത ഇൻഡോർ സ്റ്റേഡിയവും സിന്തറ്റിക് ട്രാക്കും ഫ്ലഡ് ലൈറ്റും യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല, ഉള്ളത് തന്നെ നശിച്ചു തുടങ്ങി. 2014 ഫെഡറേഷൻ കപ്പ് വേദിയായിരുന്നു ഇത്. 20,000 പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യം. 18 കോടി രൂപ ഈ സ്റ്റേഡിയത്തിനായി ചെലവഴിച്ചു. പിന്നെ പുല്ല് പിടിപ്പിക്കാൻ മാത്രം 15 ലക്ഷം വേറെയും. മഞ്ചേരി നഗരസഭ ഇടതുഭരിച്ചിരുന്ന കാലത്താണ് പദ്ധതിയെത്തുന്നതും സ്ഥലമേറ്റെടുത്തു നൽകുന്നതും. ഇടതുപക്ഷ മുന്നണി മഞ്ചേരി നഗരസഭ ഭരണം കൈയാളുമ്പോഴാണ് 25 ഏക്കർ സ്ഥലം എക്വയർ ചെയ്തിട്ടത്. അസൈൻ കാരാട് ചെയർമാനായിട്ടുള്ള നഗരസഭ അധികൃതരാണ് ഈ ഭൂമി ഇവിടെ ഏറ്റെടുത്തത്. ഈ സ്റ്റേഡിയത്തിനുള്ള തുടക്കം കുറിച്ചത് മഞ്ചേരി നഗരസഭയിൽ LDF ഭരിക്കുമ്പോഴാണ്. അതൊക്കെ മറക്കാനൊന്നും ഈ നാട്ടുകാർ തയ്യാറല്ല. ഇപ്പോൾ കളിയാരവങ്ങളില്ല. പലയിടത്തും കാട് കയറി തുടങ്ങി. കൂടെ പ്രഖ്യാപിച്ച ഇൻഡോർ സ്റ്റേഡിയവും സിന്തറ്റിക് ട്രാക്കും ഫ്ലഡ് ലൈറ്റും യാഥാർത്ഥ്യമായില്ലെങ്കിലും ഉള്ള സ്പോർട്സ് ഹോസ്റ്റൽ കെട്ടിടം നാശത്തിന്റെ വക്കിൽ. കളപറിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂലി പോലും കുടിശ്ശികയായി. നോക്കി നടത്താൻ ചെലവാകുന്ന 2 ലക്ഷം രൂപ പോലും ഉണ്ടാക്കാൻ ഒരു വഴിയുമില്ല. മലപ്പുറത്തിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയ മഞ്ചേരി സ്റ്റേഡിയമാണ് ഇവിടെ അനാഥമായി കിടക്കുന്നത്. മഞ്ചേരി പയ്യനാട് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലി. അടിമാലിയിൽ മാതാപിതാക്കൾ കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് സഹോദരങ്ങളുടെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. ചെറുതോണിയിലെ ഷെൽട്ടർ ഹോമിലായിരിക്കും കുട്ടികളെ താമസിപ്പിക്കുക. 3 മാസം പ്രായമുള്ള കുട്ടിയുള്ളതിനാൽ പോലീസ് നടപടി സ്വീകരിക്കുന്നതുവരെ മാതാവിനും കുട്ടികൾക്കൊപ്പം ഷെൽട്ടർ ഹോമിൽ കഴിയാം.
അടിമാലിയിൽ മാതാപിതാക്കൾ 9 വയസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ സഹോദരങ്ങളെ ചെറുതോണി സദർ ഷെൽട്ടർ ഹോമിലേക്ക് താമസിപ്പിക്കാൻ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തീരുമാനിച്ചു. മാതാപിതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിലാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനം. മുലയൂട്ടുന്ന 3 മാസം പ്രായമുള്ള കുട്ടി ഉണ്ടായതിനാൽ മാതാവ് സെലീനയ്ക്കും ഷെൽട്ടർ ഹോമിൽ കഴിയാം. പോലീസ് നടപടി സ്വീകരിക്കുന്നതുവരെയാണ് ഈ സൗകര്യം. പോലീസ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ അമ്മയ്ക്കും സ്വതറിൽ തന്നെ താൽക്കാലിക സംരക്ഷണം, താമസ സൗകര്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏർപ്പെടുത്തും. കഞ്ചാവ് കേസിൽ ജയിലിൽ കഴിയുന്ന പിതാവ് നസീറിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. നസീറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പമാകും സെലീനയുടെ അറസ്റ്റും ഉണ്ടാകുക. ഇരുവരെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ ഇന്നും സെലീനയും ഇളയമകനും മുൻപ് 9 വയസ്സുകാരനെ കുരങ്ങ് ആക്രമിച്ചതാണെന്ന നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു. അതേസമയം എറണാകുളം ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട്. സ്വാഭാവിക ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങിയെത്താൻ 3 ദിവസം വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അധ്യാപക ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യാപകനാകും. ജീവിതശൈലി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്താണ് അധ്യാപക ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുക. അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂളിലാണ് ഉദ്ഘാടന പരിപാടി. ഇതേ ദിവസം മന്ത്രിമാരും MLA-മാരും വിവിധ സ്കൂളുകളിൽ അധ്യാപകരാകും. ഈ വർഷത്തെ അധ്യാപക ദിനാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യാപകനാകുന്നു. ജീവിതശൈലിയെക്കുറിച്ച് കുട്ടികൾക്ക് മുഖ്യമന്ത്രി ക്ലാസ് എടുത്താണ് അധ്യാപക ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. സെപ്റ്റംബർ 5 രാവിലെ അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂളിലായിരിക്കും മുഖ്യമന്ത്രിയുടെ ക്ലാസ്. ധന, ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും സമാന്തരമായി ഇതേ സ്കൂളിൽ ക്ലാസ് എടുക്കും. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ, അലസത, അനാരോഗ്യ ഭക്ഷണശീലങ്ങൾ, ജീവിതശൈലീ രോഗങ്ങൾ ഇവയുടെ അതിപ്രസരത്തിൻ്റെ കാലത്താണ് അധ്യാപക ദിനത്തിലെ പുതിയ പാഠം. മറ്റു മന്ത്രിമാരും MLA-മാരും ഇതേ രീതിയിൽ സംസ്ഥാനത്താകെ ക്ലാസ് എടുക്കും. പൂർവാധ്യാപകർ ക്ലാസ് എടുത്ത് സ്കൂൾ തല ഉദ്ഘാടനം നിർവഹിക്കും. അങ്ങനെ ഇത്തവണത്തെ അധ്യാപക ദിനം ജീവിതശൈലിയുടെ പുതിയ പാഠങ്ങൾക്ക് തുടക്കമിടട്ടെ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ESI ഡിസ്പെൻസറികളിലും ESI ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുന്നതിൽ PSC അധികൃതർ കാട്ടുന്ന അലംഭാവമാണ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് ആകെ 134 ESI ഡിസ്പെൻസറികളും 8 ESI ആശുപത്രികളുമാണുള്ളത്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അഭയകേന്ദ്രമായ ഈ ESI ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല എന്നതാണ് വസ്തുത. ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. 400 ഡോക്ടർമാരാണ് ഇവിടങ്ങളിലായി ആവശ്യമുള്ളത്. 129 ഒഴിവുകൾ വിവിധ ആശുപത്രികളിലായി നിലവിലുണ്ട്. കൂടാതെ ഈ വർഷം അവസാനം 23 ഡോക്ടർമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും പുതുതായി ഡോക്ടർമാരെ നിയമിക്കുന്നതിൽ PSC അധികൃതർ കാട്ടുന്ന അലംഭാവം തുടരുന്നു. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ പല ESI ഡിസ്പെൻസറികളിലും ചികിത്സയ്ക്കായെത്തുന്ന രോഗികൾ മടങ്ങുന്ന കാഴ്ചയും പതിവായിരിക്കുകയാണ്. ESI ആശുപത്രികളിലേക്ക് ഡോക്ടർമാരെ നിയമിക്കുന്നതിനുള്ള പരീക്ഷ PSC നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനോ ഡോക്ടർമാരെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഈ നില തുടർന്നാൽ ESI ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലാകുമെന്നാണ് ഡോക്ടർമാരുടെ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുടുംബശ്രീ സരസ് മേളയുടെ വേദി പൊളിച്ചുമാറ്റാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് നിർദ്ദേശം നൽകിയത്. ഉപരാഷ്ട്രപതിക്ക് ഇറങ്ങാനുള്ള ഹെലിപാഡ് നിൽക്കുന്ന ആശ്രാമം മൈതാനത്തിലെ പന്തലാണ് പൊളിച്ചു നീക്കാൻ നിർദ്ദേശിച്ചത്. പൊളിച്ചു നീക്കിയാൽ 10 ലക്ഷം രൂപയുടെ അധിക ചെലവ് സർക്കാരിനുണ്ടാകുമെന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരികിഷോർ IAS പറഞ്ഞു. കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന സരസ് വിപണനമേളയ്ക്കായി 47.5 ലക്ഷം രൂപയ്ക്കാണ് പന്തൽ പണിയാൻ കരാർ നൽകിയത്. കഴിഞ്ഞ 5 ദിവസമായി 50ഓളം പേർ ജോലി ചെയ്ത് പന്തൽ നിർമ്മാണ ജോലികൾ പുരോഗമിക്കവെയാണ് പന്തൽ പൊളിച്ചുമാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചത്. 29-ാം തീയതി ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി കൊല്ലത്തെത്തുമ്പോൾ പന്തൽ സുരക്ഷാ പ്രശ്നമാകുമെന്ന് കാട്ടിയാണ് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടത്. ആശ്രാമത്തെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ ഉപരാഷ്ട്രപതി എത്തിച്ച ശേഷം പരിപാടി നടക്കുന്ന SM കോളേജിലേക്ക് പോകാനാണ് തീരുമാനം. എന്നാൽ പകുതി പൂർത്തിയായ പന്തൽ പൊളിച്ചുമാറ്റാൻ 12 ലക്ഷം രൂപയുടെ അധിക ചെലവ് വരുമെന്നാണ് കരാറുകാരന്റെ അറിയിപ്പ്. അധിക ചെലവ് സർക്കാർ ഖജനാവിൽ നിന്ന് നൽകേണ്ടിയും വരും. ഉപരാഷ്ട്രപതിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി BVIP ഇറങ്ങുന്ന മൈതാനമാണിത്. അപ്പം ഇങ്ങനൊരു വിസിറ്റ് വരികയും അതുകൊണ്ട് ഈ സരസ് മേളയുടെ ഗ്രൗണ്ട് അതിനൊരു സുരക്ഷാ പ്രശ്നമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്
നേരിട്ട് ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ഈ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഹെലിപാഡിൻ്റെ സുരക്ഷയ്ക്ക് ഇത് ഇവിടുന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ചില കോസ്റ്റ് വരും. കാരണം ഇതൊരു 47 ലക്ഷം രൂപയുടെ പന്തലാണ്. അത് പൊളിച്ചു മാറ്റണമെങ്കിൽ 10 ലക്ഷത്തോളം രൂപ അധികമായി വരും. അപ്പോൾ അത് നേരിട്ട് കാണാനും ജില്ലാ കളക്ടറുമായി സംസാരിച്ച് എങ്ങനെയാണ് അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള ഒരു ചർച്ച ചെയ്യാനും വേണ്ടി വന്നതാണ്. ഗവൺമെന്റ് തലത്തിൽ കൂടി ആലോചിച്ചിട്ട് അന്തിമമായ തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്ത മാസം 1 മുഖ്യമന്ത്രിയാണ് സരസിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന മേളയിൽ കേരളത്തിന് പുറത്തുനിന്നും നിരവധി പേർ എത്തുന്നുണ്ട്. പൊളിച്ചു മാറ്റേണ്ടി വന്ന ലക്ഷങ്ങൾ പാഴാകുന്നതിന് പുറമെ പരിപാടി വൈകാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ തീരുമാനത്തിന് കാത്തുനിൽക്കുകയാണ് സംഘാടകർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയനാട് ഇടവക പഞ്ചായത്തിലെ തോണിച്ചാൽ അത്തേരിക്കുന്ന് ക്രഷർ യൂണിറ്റിനെതിരെ നാട്ടുകാർ നടത്തുന്ന ഉപരോധ സമരം 20 ദിവസങ്ങൾ പിന്നിട്ടു. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ക്രഷർ ജനങ്ങൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ക്രഷർ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. 2 വർഷമായി ക്രഷർ യൂണിറ്റിനെതിരെ നാട്ടുകാർ സമരത്തിലാണ്. പഞ്ചായത്ത് ലൈസൻസ് നിഷേധിച്ചിട്ടും ക്രഷറിന്റെ പ്രവർത്തനം തുടർന്നപ്പോഴാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാർ ഇവിടേക്കുള്ള ടിപ്പറുകൾ തടഞ്ഞുള്ള ഉപരോധ സമരം ആരംഭിച്ചത്. ഇവിടെയുള്ള ആദിവാസി കോളനിയിൽ നിന്ന് 10 മീറ്റർ പോലും ദൂരമില്ല ക്രഷർ യൂണിറ്റിലേക്ക്. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് നിൽക്കാനിപ്പം പറ്റുന്നില്ല. ഈ കല്ല് അടി തുടങ്ങിയാൽ ഇങ്ങോട്ട് പല അസുഖങ്ങളും അത് പിന്നെ എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്ക് തന്നെ അറിയുന്നില്ല. ഞങ്ങൾ രോഗികളായി തീർന്നു ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും. ഈ പൊടിയും കൊണ്ട് അടങ്ങാറ, ഒച്ചയും കൊണ്ട് അടങ്ങാറ. 19 വർഷമായി പ്രവർത്തിക്കുന്ന യൂണിറ്റ് അടുത്തിടെ കൂടുതൽ വിപുലീകരിച്ചിരുന്നു. ഇതോടെ കനത്ത പൊടിയും ശബ്ദവുമെല്ലാം നാട്ടുകാരുടെ സ്വത്തിനും ജീവനുമെല്ലാം ഭീഷണിയായി തുടങ്ങി. ഈ ചെറുവഴിയിലൂടെയാണ് 100 കണക്കിന് ടിപ്പറുകൾ പാഞ്ഞുകൊണ്ടിരുന്നത്. നിരവധി പരാതികൾ നൽകി. ഒടുവിലാണ് ഉപരോധ സമരം. പ്രദേശത്തെ ആളുകളുടെ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സമരമാണ്. വ്യക്തിപരമായിട്ട് ആരോടും ഒരു പ്രശ്നമില്ല. കുട്ടികൾക്ക് പോലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് നാട്ടുകാർ. ഞങ്ങൾ ഇത് എന്ന് പൂട്ടുന്നു അന്ന് വരെ ഞങ്ങൾ ഈ സമരം തുടർന്ന് കൊണ്ടുപോകും. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല. നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും നിശ്ചിത മാനദണ്ഡങ്ങൾ സ്ഥാപനം പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു. അനൂപ് കെ.ആർ, വയനാട്. മൃഗസംരക്ഷണ വകുപ്പ് PRO ഡോക്ടർ D. ഷൈൻകുമാർ രചിച്ച ഹരമാകുന്ന പുതുകൃഷികൾ എന്ന പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ധനവകുപ്പ് മന്ത്രി ഡോക്ടർ T.N. തോമസ് ഐസക്, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി K. രാജുവിന് പുസ്തകത്തിന്റെ കോപ്പി നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. പുതുതായി കൃഷിയിലേക്ക് ഇറങ്ങുന്ന സംരംഭകർക്കും കർഷകർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ പുസ്തകം.